കാശാക്കുകയോ അല്ലെങ്കിൽ പർച്ചേസൊക്കെ ചെയ്ത് ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്വന്തമാക്കി കഴിയുമ്പോൾ ഈ കാർഡ് ഇവിടെ വെച്ചിട്ട് നേരെ ഇന്ത്യയിലേക്കോ മറ്റു വിദേശ രാജ്യത്തേക്കോ കയറി പോകും. ഒരു പ്രവാസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലോൺ കൊടുത്ത ബാങ്ക് എന്താണ് ചെയ്യേണ്ടിരുന്നത്? കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ജ്യോതിസ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വാർത്ത ശ്രദ്ധിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഏകദേശം 1400ഓളം നേഴ്സുമാർ ആ രാജ്യത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങി. അവരെ തെരഞ്ഞ് ആ ബാങ്കുകാർ കേരളത്തിലെത്തി. അപ്പോൾ കേരള പോലീസ് അതിന് കേസെടുത്തു. അവരുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും. അവരെന്ന് കേരളത്തിൽ വന്നാലും അറസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെയൊരു വാർത്ത ഞാൻ കണ്ടു. പൊതുവെ ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ഞാൻ പൊതുവെ സംസാരിക്കാറില്ലാത്തതാണ്. പക്ഷേ ഇതൊരു പ്രവാസികളെ ബാധിക്കുന്ന ഒരു കാര്യമായതിനാൽ തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും വിദേശത്തേക്ക് ജോലിക്കായി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഒരു സ്റ്റേബിളായിട്ടുള്ള ജോലി ചെയ്താൽ അടുത്ത പരിപാടി ഒരു ലോൺ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ജോലിയൊക്കെ സെറ്റായി കഴിയുമ്പോൾ ഇവർ വിചാരിക്കും, ഇനിയിപ്പോൾ നാട്ടിൽ 4 ആൾ കാണുക ഒരു വീടങ്ങ് വെക്കണം. അത് ചെറിയ വീടൊന്നുമല്ല, അവനവൻ്റെ കപ്പാസിറ്റിയുടെ ഒരു 5 ഇരട്ടി വലിപ്പമുള്ള വീട് വെക്കണം. അതായത് 4-5 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു 3000 സ്ക്വയർ ഫീറ്റൊക്കെ അടുത്തുള്ള ഒരു വീടൊക്കെ വച്ച് എനിക്ക് എൻ്റെ പേരും പെരുമയൊക്കെ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കണം. ഇതിനുവേണ്ടി എൻ്റെ പൈസയില്ല, അതിനുവേണ്ടി നേരെ ബാങ്കിനെ സമീപിച്ചാൽ ലോൺ കിട്ടും. അപ്പോൾ ലോൺ എടുക്കുക. അപ്പം എനിക്ക് അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് അങ്ങ് അടച്ചു പോവുക എന്നുള്ള രീതിയാണ് പലപ്പോഴും ആളുകൾ അവലംബിക്കുന്നത്. ഇതെല്ലാവരുടെയും കാര്യത്തിൽ സത്യമാണ്. അത് ഗൾഫിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലെല്ലാം പോകുന്നവർ ഒരു 2 വർഷത്തിനുള്ളിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലോണെങ്കിലും എടുത്തവർ തന്നെയാണ്. ഈ ലോണൊക്കെ നോർമലി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അതിൻ്റെ തിരിച്ചടവുകളൊക്കെ അവർക്ക് ശമ്പളമൊക്കെ ഉള്ളത് കാരണം പൊയ്ക്കൊണ്ടിരിക്കും. അതിനുശേഷം ഒരു പോയിന്റിൽ വരുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിന് ചില ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറേണ്ട വരിക, ഇല്ലെങ്കിൽ വേറെ ഒരു വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാകുക. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ജോലിക്കാർ ഈ അടുത്ത കാലം കൊണ്ട് വെസ്റ്റേൺ കൺട്രികളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷകളോടുകൂടിയാണ്. മിഡിൽ ഈസ്റ്റിനേക്കാൾ കൂടുതൽ ജീവിത സാഹചര്യ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ, എക്കാലവും അവിടെ സെറ്റിലാകാം എന്നുള്ള പുതിയ ഡ്രീമുമായിട്ടാണ് ഈ വെസ്റ്റേൺ കൺട്രികളിലേക്ക് ഇതുപോലുള്ളവർ കുടിയേറുന്നത്. ഈ കുടിയേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടെന്ന് മാറ്റം വരും. പലപ്പോഴും ഇവർ പ്രതീക്ഷിച്ച അത്ര ശമ്പളം അവിടെ ലഭിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ നമ്മൾ ആ പ്രതീക്ഷിച്ച അത്ര നല്ല ജോലി കിട്ടണമെന്നില്ല. പിന്നെ ഇവർ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 4 ഇരട്ടി ജീവിത ചെലവുകൾ വരും. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ബഡ്ജറ്റിനകത്ത് പലപ്പോഴും ഇതുപോലുള്ള പഴയ ലോൺ അടവുകളൊന്നും ഈ അടയ്ക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറും. ഇങ്ങനെ ഒരു സാഹചര്യമാണ് പലപ്പോഴും പലരിലും ഉണ്ടായിരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവാസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ആ ലോൺ കൊടുത്ത ബാങ്ക് എന്താണ് ചെയ്യേണ്ടിരുന്നത്? കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിവിടെ എൻ്റെ വ്യക്തിപരമായ വ്യൂ ഇവിടെ പറയുന്നത്. ഈ ലോൺ എടുക്കുന്നവരിൽ തന്നെ കുറച്ച് പേര് അത്ര നല്ല ഉദ്ദേശത്തിലല്ല ലോൺ എടുക്കുന്നത്. അതിൽ ചില ഉദാഹരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ചേട്ടാ, എനിക്കറിയാവുന്ന 2-3 സുഹൃത്തുക്കൾ കാനഡയിൽ നിന്ന് ഏകദേശം പോകാറാകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കൊള്ളാവുന്ന ബാങ്കുകളെ എല്ലാം വിളിച്ച് അവിടെ നിന്നെല്ലാം ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുന്നു. അപ്പോൾ ബാങ്കുകൾ ഉദാരമായിട്ട് ക്രെഡിറ്റ് കാർഡ് അങ്ങ് കൊടുക്കും. ഈ കൊടുക്കുന്ന കാർഡെല്ലാം മാക്സിമം കാശാക്കുകയോ അല്ലെങ്കിൽ പർച്ചേസൊക്കെ ചെയ്ത് ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്വന്തമാക്കി കഴിയുമ്പോൾ ഈ കാർഡ് ഇവിടെ വെച്ചിട്ട് നേരെ ഇന്ത്യയിലേക്കോ മറ്റു വിദേശ രാജ്യത്തേക്കോ കയറി പോകും. ചേട്ടാ, ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഇവർക്ക് ചെയ്യുന്നത് ശരിയാണോ എന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു. ഒറ്റ വാക്കി ഞാൻ പറഞ്ഞു, അവർ ചെയ്യുന്നത് അതിബുദ്ധിയാണെന്ന് അവർക്ക് തോന്നിയേക്കാം, പക്ഷേ അവർ ചെയ്യുന്നത് ലോക മണ്ടത്തരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും എന്നുള്ള കാര്യം അവർ ഓർത്തോളാൻ പറഞ്ഞു. കാരണം ഇതൊരു ട്രെൻഡാണ്. കുറച്ച് ആളുകൾ ഈ ലോൺ എടുക്കുന്ന എല്ലാവരും മോശം ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല ലോൺ എടുക്കുന്നത്, നല്ല ഉദ്ദേശത്തോടു കൂടിയും തിരിച്ചടയ്ക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. പക്ഷേ ഒരു ചെറിയ പെർസെൻറ്റേജ് ആളുകൾ ലോൺ എടുക്കുന്നത് മനഃപൂർവ്വം മുങ്ങാൻ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ആ പോകുന്നതിന് തൊട്ട് മുമ്പ് ലോൺ എടുക്കുക, എന്നിട്ട് ഒറ്റ പോക്ക് പോവുക എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതൊരു സാധാരണ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ അവർ മുങ്ങാൻ തന്നെയാണെന്ന്. ഇങ്ങനെയുള്ളവരൊന്നും പ്രത്യേകിച്ച് ദയൊന്നും അർഹിക്കുന്നില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ലോൺ എടുക്കുന്നതിന് മുമ്പേ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പുണ്ടോയെന്ന്.
അത് തിരിച്ചടയ്ക്കുക തന്നെയാണ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ലോണേ എടുക്കാൻ പാടില്ലെന്ന് എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്കറിയാം. ഞാൻ ഒരിടത്തു നിന്ന് ലോൺ എടുക്കുകയല്ല. ഇന്നേ വരെ ₹1 കടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇനി എനിക്ക് കടം ഉണ്ടാക്കാനും ആഗ്രഹിക്കാറില്ല. അത് കാരണം തന്നെ ₹1 ഒരു ബാങ്കിനോടോ ഒരു വ്യക്തിയോടോ കടപ്പെടാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. അത് കാരണം തന്നെ എനിക്കിത് വ്യക്തിപരമായി പറയാം. ഈ ലോൺ എടുക്കുന്നവർ ചെയ്യുന്ന ചില മോശമായ പ്രവൃത്തികൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ അവരെ പല ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കും. അത് കാരണം ലോൺ എടുക്കുന്നവർ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അത് തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പുണ്ടോ. അത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ലോങ് ടൈം ആയിട്ടുള്ള ലോൺ എടുക്കുന്നവർ, നിങ്ങളുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ മാറിയേക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ആ ഒരു ലോൺ എടുക്കുന്നവർ ആദ്യം തന്നെ ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ 5 വർഷമോ 10 വർഷമോ 15 വർഷമോ 20 വർഷമോ കഴിഞ്ഞതിന് ശേഷം പോലും നിങ്ങൾ പിടിക്കപ്പെട്ടേക്കാം. അത് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ പോലും നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യം വരും. അത് കാരണം ദയവായി പ്രവാസികളെ, നിങ്ങൾ പറ്റുമെങ്കിൽ എടുക്കുന്ന ലോൺ അടയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമതൊരു കാര്യം ഈ ബാങ്കുകളോട് തന്നെയാണ്. നിങ്ങൾ ഈ വിദേശത്തേക്ക് ഒരാൾ ജോലിക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ലോൺ കൊടുക്കുമ്പോൾ അതിനകത്തെ ചിട്ടവട്ടങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, വിദേശത്തേക്ക് വരുന്ന ഒരു ജോലിക്കാരന് ലോൺ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെ നിങ്ങൾ പാലിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങൾ പാലിച്ചാണോ ഇവർക്ക് ലോൺ കൊടുത്തേക്കുന്നത്? ആ വ്യക്തി നിങ്ങളുടെ സിറ്റിസൺ അല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏത് രാജ്യത്തെ ബാങ്കുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ടെമ്പററി ആയിട്ട് ജോലിക്കായി വന്നിരിക്കുന്നതാണ്. അവരെന്ന് വേണമെങ്കിൽ തിരിച്ചു പോകാം എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ബാങ്കുകാരും ആളുകളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല ലോൺ കൊടുക്കുന്നത്. ആ ലോണിലൂടെ ഭീമമായ ഒരു ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാങ്കുകൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ഇവരോട് ചോദിച്ചില്ല? അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഈടോ കാര്യങ്ങളോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇനി അതല്ല, നിങ്ങൾ അവർക്ക് ആ രാജ്യത്ത് ഈട് കൊടുക്കാൻ പറ്റുന്നില്ല, വിദേശത്തുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉള്ളതായിട്ടോ അത് നിങ്ങൾ ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് ആ പ്രോപ്പർട്ടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ഇനി അതല്ല, നിങ്ങൾ ജാമ്യക്കാരെ, ഒരു ഗ്യാരണ്ടറെയോ 1-2 ഗ്യാരണ്ടറെയോ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ ചുമ്മാ ഒരാളുടെ പേര് കണ്ട് അയാളുടെ ശമ്പളവും കണ്ട് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചടയ്ക്കാത്തതിന് ഒരു പരിധി വരെ നിങ്ങളുടെ ബാങ്കുകാർ ഉത്തരവാദിയാണ്. നിങ്ങളെപ്പോഴും ഒരു ബാങ്കിൻ്റെ സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഈ എല്ലാ ബാങ്കുകളും, ഏത് രാജ്യത്തെ ബാങ്കുകളാണെങ്കിലും അവരെല്ലാം ജനങ്ങളുടെ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ടാണ് ഈ മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുന്നത്. ആ ലോൺ കൊടുക്കുന്ന ബാങ്കുകൾ ഈ ലോൺ കൊടുക്കുന്നവൻ തിരിച്ചടയ്ക്കുന്നുണ്ടോ, ആ തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ തിരിച്ചടയ്ക്കാതെ വന്നാൽ ആ റിക്കവർ ചെയ്യാനുള്ള മറ്റ് മാർഗ്ഗങ്ങളുണ്ടോ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ചില്ല? ഈ ബാങ്കുകൾ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അത് ഞാനൊരു പ്രത്യേക രാജ്യത്തെ ബാങ്കുകളെ പറ്റിയല്ല പറയുന്നത്. പൊതുവേ ബാങ്കുകൾ ചുമ്മാ അങ്ങ് ലോൺ കൊടുക്കുകയാണ്. ഒരു സാലറി സ്ലിപ്പ് ആയിട്ടെങ്കിൽ വന്നേരം കേട്ടോ, നിങ്ങൾക്ക് സാലറി ഉണ്ടോ, നിങ്ങളുടെ റെസിഡൻസി ഉണ്ടോ, PR ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, അതുമായിട്ട് വന്നാൽ പിറ്റേ ദിവസം ലോൺ ചെയ്യുകയാണ്. ഒരു എൻക്വയറിയോ കാര്യങ്ങളോ പല രാജ്യങ്ങളിലും വരുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡൊക്കെ വാരിക്കോരി കൊടുക്കുകയാണ്. ഏത് കടയിൽ ചെന്നാലും ക്രെഡിറ്റ് കാർഡ് വേണോ, ഇപ്പം തന്നെ ശരിയാക്കി തരാം, 1 മണിക്കൂറിനുള്ള, ചിലപ്പോൾ 10 മിനിറ്റുള്ളിൽ അപ്രൂവൽ വരിക ക്രെഡിറ്റ് കാർഡിന്. കാരണം ഈ ഒരു വ്യവസ്ഥയില്ലാതെ കൊടുക്കുന്ന ലോണുകൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഗ്യാരണ്ടറെ ഏർപ്പാടാക്കിയില്ല? ഒരു രാജ്യത്ത് നിന്ന് ഈ പൗരൻ നാളെ പുറത്തേക്ക് പോകുമ്പം അവൻ്റെ പുറത്തേക്ക് പോയാൽ മറ്റൊരാൾ അതിനെ സെക്യൂർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാത്തത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ലോൺ എടുത്തൊരു വ്യക്തി, ആ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആ രാജ്യത്ത് നിലവിൽ അവിടെ താമസിച്ച് അകത്തുള്ള 2 പേര് ഗ്യാരണ്ടറായി നിൽക്കണമായിരുന്നു. എന്നാൽ മതി, ഈ വ്യക്തി ലോൺ എടുത്ത ആളാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് ആ രാജ്യത്തിന് പുറത്ത് പോകുമ്പോൾ മറ്റ് 2 പേര്, അകത്തുള്ള 2 പേര് ഗ്യാരണ്ടറായിട്ട് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ആ വ്യക്തിക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അതൊരു നല്ല മെഷറാണ്. ഈ ഒരാൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ മറ്റേ അകത്തുള്ള ആൾ അതിനകത്ത് ലയബിളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ രാജ്യത്തിലുള്ള ഈ ബാങ്കുകാർ ഇതുപോലുള്ള നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല? ഒരാൾക്ക് ചുമ്മാ വാരിക്കോരി പൈസ കൊടുക്കുക എന്നുള്ളതല്ല ബാങ്കിൻ്റെ കർത്തവ്യം. ഏത് രാജ്യത്തുള്ള ബാങ്കുകളാണെങ്കിലും ഈ ഒരു പരിധി വരെ ഇതുപോലുള്ളവർക്ക് സെക്യൂർ ലോൺ തന്നെ കൊടുക്കാവുള്ളൂ. പ്രത്യേകിച്ച് ടെമ്പററി ആയിട്ട് വന്ന ഒരാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലേക്ക് ഒരു ബംഗാളി വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ബാങ്കുകൾ ചുമ്മാ അങ്ങ് വാരിക്കോരി പൈസ കൊടുക്കുമോ? ഇല്ല. അവരുടെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് 2 ജാമ്യക്കാരെയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നോക്കിയാണ് നമ്മുടെ നാട്ടിലേക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. ഈ വിദേശത്തുള്ള ബാങ്കുകൾ ഈ ഒന്നും നോക്കാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവരുടെ പൈസ പോകുന്നതിന് ഒരു പരിധി വരെ അവരാണ് കാരണക്കാർ.
പിന്നെ ഇവരൊക്കെ ഈ കാശ് പോയി കഴിയുമ്പം ഈ കേരളത്തിലേക്ക് വന്ന് ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പം ഇതിൻ്റെ പുറകെ ചാടി ഇറങ്ങി ആളെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഏത് നിയമമാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു വിദേശത്തുള്ള നമ്മുടെ ഇന്ത്യൻ പൗരൻ വിദേശത്ത് വെച്ച് പോലും നടക്കുന്ന ഒരു ക്രൈമിന് നമ്മുടെ ഇന്ത്യയിൽ ലയബിളാണ്. പക്ഷേ ഇതിനൊക്കെ ജൂറിസ്ഡിക്ഷണൽ ലിമിറ്റ് ഉണ്ടെന്നുള്ള കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു ക്രൈമെന്ന് പറയുമ്പോൾ എല്ലാ നിയമവിരുദ്ധമായ പ്രവൃത്തിയും പലപ്പോഴും ക്രൈമിൻ്റെ പട്ടികയിൽ വരണം എന്നില്ല. കാരണം ഇപ്പോൾ ഒരു വിദേശത്ത് ഒരാളെ കൊലപാതകം ചെയ്താൽ തീർച്ചയായും അത് ക്രൈമാണ്. അല്ലെങ്കിൽ വിസിബിളായിട്ടുള്ള മോഷണം ചെയ്താൽ അത് ക്രൈമാണ്. പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ വിചാരണ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അല്ലാത്ത സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളുമൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് ഒരു കേസ് എടുത്താലും ഈ കേസൊക്കെ നിലനിൽക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. ആദ്യം നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കുറച്ച് ബഹളമൊക്കെ വെക്കാം എന്നല്ലാതെ, അവരെ പേടിപ്പിച്ച് നാണം കെടുത്താം എന്നല്ലാതെ, അതിലപ്പുറത്തേക്ക് കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതൊരു ക്രൈം, വിദേശത്ത് ചെയ്ത ഒരു ഇന്ത്യക്കാരൻ ചെയ്യുന്ന ഒരു ക്രൈമാണെന്ന് തെളിയിക്കാനും അവർ വിദേശത്ത് നിന്ന് വരുന്ന ഡോക്യുമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്തൊരു എസ്റ്റാബ്ലിഷ്ഡ് ക്രൈമാക്കി മാറ്റാനൊക്കെ ഏതൊരു കോടതിക്കും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം. നാട്ടിലെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ കോടതിയിൽ വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്ത് ഈ കാര്യങ്ങൾ ഉറപ്പിക്കാം. മറ്റേത് ഏതൊരു ഡോക്യുമെൻറ്റുകൾ കൊണ്ടുവന്നാലും അതിൻ്റെയൊക്കെ ആധികാരികത മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന എല്ലാ ആർഗ്യുമെൻസിനെയും സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനും കോടതികൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. തന്നെയല്ല ഇതൊരു ഫൈനാൻഷ്യൽ ക്രൈമെന്ന് പറഞ്ഞാൽ സിവിൽ കേസായിട്ട് മാത്രമേ വരുള്ളൂ. ഒരു സിവിൽ കേസൊക്കെ ആയിട്ട് വന്നാൽ നാട്ടിലെ ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനോ അത് വിറ്റ് വിദേശത്തേക്ക് ബാങ്കിന് ആ പൈസ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഇതൊക്കെ ചുമ്മാ ഇത് ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ ഈ കേസൊക്കെ വാദിക്കുന്ന വക്കീലുമാർ വായ തുറന്ന് ചോദിക്കും, ബാങ്കുകാർ നിങ്ങൾ പൈസ തന്നില്ല എന്ന് പറയുന്നതിന് എന്ത് തെളിവാണുള്ളത്? ഏതായിരുന്നു നിങ്ങളുടെ റീപേയ്മെൻറ്റ് വ്യവസ്ഥ? ഇത് തന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒപ്പിട്ട് വച്ചേക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് കൊളാട്രൽ വാങ്ങിക്കാതെ ഇത് ലോൺ കൊടുത്തു? നിങ്ങൾ എന്തുകൊണ്ട് ആ വിദേശത്തു നിന്ന് ആളുകൾ പോകുന്ന വിദേശത്തു നിന്ന് ആളുകൾ പലപ്പോഴും ഫൈനൽ എക്സിറ്റ് വാങ്ങിച്ച് പോകുന്നത് ഗവൺമെൻറ്റുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് ഫുൾ സെറ്റിൽമെൻറ്റും എല്ലാം വാങ്ങിച്ചാണ് പലപ്പോഴും പോകുന്നത്, റെസിഡൻസി ക്യാൻസൽ ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്തിരിക്കുകയായിരുന്നു? അവിടെയും ഗവൺമെൻറ്റുകളുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കിയില്ല? ഇതൊക്കെ വാ തുറന്ന് ഈ വക്കീലുമാർ ചോദിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഈ ബാങ്കുകാർ തന്നെ അവിടെ നിന്ന് വേർക്കും. അത് കാരണം ഞാൻ നമ്മുടെ ഇന്ത്യൻ നിയമ വ്യവസ്ഥയോട് പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് ഒരു പരിധി കൂടുതലൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളിവിടെ ഒരു കാർഷിക ലോൺ എടുത്തിട്ട് മുങ്ങിയ ഒരാൾ ഈ രാജ്യത്തേക്ക്, ഇപ്പോൾ കാനഡയിലോ അമേരിക്കയിലോ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി മുങ്ങി കുറേ കാലമായിട്ട് കാശടയ്ക്കുന്നില്ല, നേരെ നിങ്ങളുടെ ഒരു ബാങ്കുകാർ ഇവിടെ വന്ന് ഒരു പരാതി കൊടുത്താൽ എന്ത് പറയുമെന്നറിയാമോ? ഈ വിദേശ രാജ്യത്തുള്ള പോലീസുകാരനെ പറയും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയും. അത്രേ ഉള്ളൂ. കാരണം അവർക്ക് അന്വേഷണത്തിന് പരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ഈ കേട്ട പാതി കേൾക്കാത്ത പാതി ഇവരെയൊക്കെ അങ്ങ് അറസ്റ്റ് ചെയ്ത് എയർപോർട്ടിൽ വന്ന് ആ സെക്കൻഡിൽ പൊക്കി അകത്തേക്ക് ഇടും എന്ന് പറഞ്ഞാൽ, ഈ അകത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾ അവരെ ജീവിതകാലം മുഴുവൻ ജയിലിടാൻ പറ്റുമോ? ഇല്ല, സാധിക്കുകയില്ല. ഇനി അവർ വിചാരണ നേരിട്ടാൽ എത്രത്തോളം വിചാരണ നേരിടാൻ പറ്റും? ഒരു വിദേശത്ത് നടക്കുന്ന ഒരു ഇതാണ്. എല്ലായ്പ്പോഴും വെരിഫിക്കേഷൻ എളുപ്പമല്ല. പക്ഷേ അവരുടെ മാനം കെടുത്താൻ അത് ധാരാളം മതി. പക്ഷേ അത് കാരണം നിങ്ങൾ ഈ കേട്ട പാതി കേൾക്കാത്ത പാടി ഈ പറയുന്ന ഇന്ത്യൻ പൗരന്മാരെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട്, അത് പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യക്കാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ അവിശ്വസിക്കുക എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ഉടായ്പ് കാണിക്കുന്നതൊന്നും അത്ര മോശമല്ല, നമ്മുടെ ഇന്ത്യക്കാർ മോശമല്ല. പക്ഷേ നിങ്ങളൊരു വിദേശ പൗരൻ ഇവിടെ എന്തെങ്കിലും കാണിച്ചിട്ട് ആ രാജ്യത്തേക്ക് എന്നിട്ട് നിങ്ങളൊരു കേസ് കൊടുക്കാൻ നോക്കി, അന്നേരം അറിയാം അവരുടെ സ്വഭാവം. അവരെപ്പോഴും സ്വന്തം പൗരന്മാരുടെ കൂടെ നിൽക്കുകയുള്ളൂ. പക്ഷേ എന്തു തന്നെയായാലും ഇവരുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് എല്ലാവരും കുറ്റക്കാർ തന്നെയാണ്. കാരണം ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരും ചിലപ്പോഴും കുറ്റക്കാരാണ്. ലോൺ മുങ്ങുന്നവൻ തീർച്ചയായും കുറ്റക്കാരൻ തന്നെയാണ്. പക്ഷേ ഈ കൊടുത്ത ബാങ്കിനും ആ കാര്യത്തിൽ ഒരു കുറ്റം ഇല്ലായ്മയൊന്നുമില്ല. അവരും അവരുടെ റിക്കവറി കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പിക്കണമായിരുന്നു. ഇനി പോട്ടെ, ഇന്ത്യയിലെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് പോയി ഇവർ ഈ കാനഡ, അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങനെയുള്ള UK ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ പൗരത്വം കൊടുക്കും. ഈ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് അവരുടെ പ്രോപ്പർട്ടികളെല്ലാം പലപ്പോഴും കുടുംബക്കാരും എല്ലാവരുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പ്രോപ്പർട്ടികളായിരിക്കും. അതൊന്നും നിങ്ങൾക്ക് കൈവശപ്പെടുത്താനൊന്നും പറ്റുകയില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഒറ്റേ ഉള്ളൂ, പ്രവാസികളായിട്ടുള്ളവരുടെ മാനം കളയരുത് പ്ലീസ്. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാൻ കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് പോകാവൂ. പിന്നെ ഇതില്ലെങ്കിൽ ബാക്കിയുള്ള പ്രവാസികളുടെയും കൂടെ മാനമാണ് കളയുന്നത്.
അതൊന്ന്. രണ്ട്, കൊടുക്കുന്ന ബാങ്ക് ഇതിന് ഇച്ചിരി നിങ്ങൾ അതിനുള്ള ശേഷിയുള്ളവന് കൊടുക്കുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡെപ്പോസിറ്റ് തിരിച്ചടയ്ക്കാൻ കെൽപ്പുണ്ടെന്നും അല്ലെങ്കിൽ അത് തിരിച്ചടച്ചില്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിലും നിങ്ങൾ, അതായത് സെക്യൂർഡ് ആക്കി, നിങ്ങളുടെ ലോണുകൾ സെക്യൂർ ആക്കേണ്ട ഉത്തരവാദിത്വം ബാങ്കിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ ആ പ്രൊസീജിയറുകളെല്ലാം അത് അവരുടേതായ റെഗുലേറ്ററി അതോറിറ്റികളുണ്ട്, അവർ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പല രാജ്യങ്ങളും റെഗുലേറ്ററി അതോറിറ്റിയൊക്കെ വീക്കായതിൻ്റെ പേരിൽ പല ബാങ്കുകൾ വരെ പൊട്ടിയ ചരിത്രം നമ്മുടെ ചരിത്രത്തിലുണ്ട്. 2008 പല സാഹചര്യങ്ങളും നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യാത്ത ലോണുകൾ കൊടുത്താൽ പലപ്പോഴും അപ്പോൾ അങ്ങനെ പൊട്ടിയ ചരിത്രം വരെ ഉള്ളപ്പോൾ ഒരു റെഗുലേറ്ററി അതോറിറ്റികൾ, അത് ബാങ്കിൻ്റെ റെഗുലേറ്ററി അതോറിറ്റികളും ശ്രദ്ധിക്കേണ്ട കാര്യം, വിദേശത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കെൽപ്പുണ്ട്, അല്ലെങ്കിൽ അതിനെ സെക്യൂർ ആക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇതൊക്കെ കണ്ട് ഒരു വിദേശത്ത് നിന്ന് ഒരാൾ വന്ന് അങ്ങോട്ട് കേസ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പൗരന്മാരെ നമ്മൾ തന്നെ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ഇത് ചെയ്യുന്നത് നമ്മുടെ പൗരന്മാരോട് തന്നെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ പൗരന്മാരോട് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കണം. തീർച്ചയായും ഇപ്പോൾ അവർ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അന്നേരം എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പൊക്കി പിടിച്ച് അകത്തേക്ക് ഇട്ടേക്കാം എന്ന് പറഞ്ഞാൽ ആ കേസ് നിലനിൽക്കുകയില്ല. എന്നാൽ അവരെ വിളിച്ചു വരുത്തുകയും തീർച്ചയായും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുകയും അവർക്ക് അടയ്ക്കാൻ സംവിധാനമുണ്ട് അടപ്പിക്കുകയും തന്നെ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെ എല്ലാത്തിനെയും കൂടെ പിടിച്ച് അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാലൊന്നും ഈ ലോണൊന്നും എക്കാലവും അതൊരു കേസായിട്ട് നിലനിൽക്കുന്നല്ലാതെ അതിലപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. തന്നെയല്ല, അവരൊക്കെ ഹയർ കോർട്ടിലേക്ക് പോകുമ്പം ഞാൻ ഇച്ചിരി മുമ്പ് ചോദിച്ചോളം ചോദ്യങ്ങളൊക്കെ ഈ ബാങ്കിനോട് തന്നെ ചോദിക്കും. ഇതാണ് ഒരു സാഹചര്യം. അപ്പോൾ ഞാനിത് എൻ്റെ വ്യൂ ആണ്. ഇതിനകത്ത് ഞാനൊരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ബാങ്കുകളെയോ അല്ല ഉദ്ദേശിച്ചത്. ഈ വിദേശ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കുറേ ആളുകൾ ലോൺ എടുക്കുന്നതും ലോൺ എടുക്കാതെ അടയ്ക്കാതെ മുങ്ങുന്നവരെയും അതിൻ്റെ പുറകെ നടക്കുന്ന ബാങ്കുകളെയും എല്ലാം കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. ഇത് ആഗോളകരമായ ഒരു കാര്യമാണ്. അപ്പം പ്രവാസികളായിട്ടിരിക്കുന്ന ആളുകൾ ബാക്കിയുള്ള പ്രവാസികളുടെയും കൂടെ മാനം കെടുത്താതെ ഉള്ള ലോണ് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും വഴിയുണ്ട് തിരിച്ചടച്ച് നിങ്ങളുടെ മാനവും ബാക്കിയുള്ള പ്രവാസികളുടെ മാനവും നിങ്ങൾ ഇനി വരും തലമുറകൾക്ക് വരാൻ പോകുന്ന മാനവും സംരക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രവാസികളെ ബാധിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്കുകളുണ്ട് അതുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.